എല്ലാ ബന്ധങ്ങൾക്കും എന്തൊരു ബന്ധമായിക്കോട്ടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. അതിലേക്ക് നമ്മളങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുമ്പോഴാണ് അവർക്കത് ഇറിറ്റേഷൻ ആവുന്നതും പിന്നെ ഒച്ചയും ബഹളവും അടിയും കലാശവും എല്ലാം ആവുന്നത് അല്ലേ. അതിപ്പോൾ ഏത് ബന്ധങ്ങൾക്കായിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷനിലായിക്കോട്ടെ, നമ്മൾ മാതാപിതാക്കളുള്ളതായിക്കോട്ടെ, ഒരു പരിധി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അടുത്തും ഇത് തന്നെയാണ്. നമ്മൾ അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് അവർക്കത് ഇറിറ്റേറ്റിംഗ് ആവുന്നത്. അവർ കറക്റ്റ് ഒരു എന്താ പറയുക അകലം കീപ്പ് ചെയ്ത് പോവുക. അത് അകലം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു സ്പേസ് അത് ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ നിലനിന്ന് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ സ്നേഹമൊക്കെ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓവർ അറ്റാച്ച്മെൻ്റ് ആയിപ്പോവും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊസസീവ്നെസ് ആയി മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ എല്ലാവർക്കും ഇപ്പം നമ്മളൊരു ദേഷ്യപ്പെട്ടിരിക്കുന്നൊരു സമയം അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നൊരു സമയം, ആ സമയത്ത് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. അവരോട് ആ സമയത്ത് ആരും സംസാരിക്കുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് അവരെ ഫ്രീ ആക്കി വിട്ടേക്കുക. അല്ലാതെ അവരുടെ അടുത്ത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്കത് കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആവും. അപ്പോൾ ആ സമയത്ത് അവർക്ക് ദേഷ്യം വരും. ആ ദേഷ്യം വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിക്കാൻ പോകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒച്ചയായി ബഹളമായി പല പല പ്രശ്നങ്ങളിലേക്ക് പോകും. അവർ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നവരെ അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അതെന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ നമ്മൾ പെരുമാറുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഒരു അകലം ഫില്ല് ചെയ്ത് പോകുന്നത്. എന്നാൽ നമ്മൾ ഓവറായിട്ട് അങ്ങ് അകന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. സംസാരം, കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും അത്യാവശ്യം ബന്ധങ്ങൾക്കിടയിൽ അല്ലേ. അത് ഇല്ലാതായിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. പ്രശ്നങ്ങൾ എന്തുണ്ടായാലും നമ്മളത് പറഞ്ഞ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. പക്ഷേ അതുണ്ടാവാതെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്നും പറഞ്ഞുകൊണ്ട് മാറിപ്പോന്നു കഴിഞ്ഞാലും അത് രണ്ടായിട്ട് അങ്ങോട്ട് പോവുകയുള്ളൂ ഇല്ലേ. അപ്പോൾ ഓവർ ആവാനും പാടില്ല, എന്നാൽ ഓവർ അകലമാവാനും പാടില്ല, അടുപ്പമാവാനും പാടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നിൽക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓരോരുത്തരുടെയും ഇത് വ്യത്യാസം ഉണ്ടാവും. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ ബന്ധങ്ങളുടെയും ഇഴയെടുപ്പത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എല്ലാത്തിനും ഒരു ബൗണ്ടറി നിശ്ചയിക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക. ഇത് രണ്ടും കറക്റ്റായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾക്ക് യാതൊരു പ്രശ്നവും കൂടാതെ മുന്നോട്ട് പോകും.